ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ, ദിലീപിൻ്റെ അല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഞാൻ FDFS കാണുന്നത്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ ബബബ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു FDS മൂവിയാണ് ഇത്. FDFS കാണാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ കുറേ ഫെമിനിസ്റ്റുകളും കുറേ മീഡിയാസും കാരണം. എത്ര മോശം റിവ്യൂ ഉള്ള സിനിമയാണെങ്കിൽ പോലും ഞാൻ മിനിമം 2-3 പ്രാവശ്യം, ഇനിയും ഞാൻ 2 പ്രാവശ്യം കൂടി പോകും വിത്ത് ഫാമിലി. അതെൻ്റെ തീരുമാനമാണ്. ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പടം അവർ ഓൾറെഡി പ്രൊമോട്ട് ചെയ്തത് നോ ലോജിക് ഓൺലി മാഡ്നെസ്, അതുപോലെ തന്നെ മൂവിയാണ്. ഒരുപാട് മൂവീസിൻ്റെ റെഫറൻസും സെൽഫ് ട്രോളും പിന്നെ സ്പൂഫുകൾ. എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ഒരു ജോണർ മലയാളത്തിൽ ആദ്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. തമിഴിലൊക്കെ ഒരു 3-4-5 ഈ ടൈപ്പ് മൂവീസ് വന്നിട്ടുണ്ട്, സ്പൂഫ് മൂവീസ് വന്നിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പൂഫ് മൂവി വരുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ അത് ഏറ്റെടുക്കുമെന്ന് അറിയില്ല, പക്ഷേ പുതിയ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള അജിത്തിൻ്റെ മൂവി അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. ഒരു നല്ലൊരു മൂഡായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു 2-2.5 മണിക്കൂറിൽ തിയേറ്ററിൽ വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. നല്ല വിജയമായിരുന്നു. പിന്നെ ദിലീപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാസ് ഒരാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വെറുതെ അനാവശ്യമായിട്ട് ഈ കോമഡി ഫോക്കസ് ചെയ്യുന്നതാണ് പ്രശ്നം. പുള്ളിക്ക് ഇതുപോലെ മാസിനെ പറ്റി എനിക്ക് തോന്നുന്നു മോഹൻലാലിന് ശേഷം പൃഥ്വിരാജ് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മാസിലോട്ട് പൃഥ്വിരാജിന് ഇതുവരെ എത്താൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടോ ദിലീപിന് മാസ് നന്നായിട്ട് ചേരുമെന്ന് നമുക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. പുള്ളി അതിനു മുമ്പ് ഒരുപാട് മാസം സിനിമകൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ പുള്ളി കൂടുതൽ പ്രിഫറൻസ് കോമഡിക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം. പക്ഷേ ഒരു മാസിന് കൂടുതൽ പ്രിഫറൻസും കോമഡിക്ക് സെക്കൻഡ് പ്രിഫറൻസും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനിയുള്ള മൂവീസൊക്കെ ഇതേ ടൈപ്പ്, കുറച്ച് മാസ് ഓറിയൻറ്റഡ് പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദിലീപ് ഇവിടെ തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ മൂവി എന്താ പറയുക, തീർച്ചയായിട്ടും ഒരു 70-80 crore ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും. ഒരു 70-80 crore ഇത് ടോട്ടൽ കളക്ഷൻ നേടും. 100 കോടി